ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ റൈവൽസ് എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ ഗെയിമിൽ അധികമൊന്നും കളിച്ചിട്ടില്ല. ഞാൻ മിനിഞ്ഞാന്നെങ്ങാണ്ടാണ് ഞാൻ ഈ ഗെയിം കളിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ അത്ര നല്ല കളിയൊന്നും കളിക്കുകയില്ല. പക്ഷേ 23 ലെവലൊക്കെ ഉണ്ട്. അതൊന്നും അത്ര ഇതിൽ ഞാൻ കളിക്കുകയില്ല. എന്നാലും നമുക്ക് ഈ കളിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കളിയിലേക്ക് കടക്കാം ഗായ്സ്. ആരെങ്കിലും ഒന്ന് കളിക്കാൻ വരുമായിരുന്നെങ്കിൽ നമുക്ക് അവരുടെ കൂടെ കളിക്കുമായിരുന്നു. അവിടെ കയറി നിൽക്കാം. ആരെങ്കിലും വരുമായിരിക്കും. അത് ആരും വന്നിട്ടുണ്ട്. എന്നെക്കാളും ലെവൽ കൂടുതലാണ് ഗൈസ്. അപ്പോൾ ആര് ജയിക്കുമെന്ന് അറിയത്തില്ല. എനിക്ക് ഈ മാപ്പാണ് പക്ഷേ ഇഷ്ടം, ഈ സ്പ്ലാഷ് എന്ന് പറയുന്നത്. ഗൈസ്, എൻ്റെ കയ്യിൽ RPG പിന്നെ ഈ സ്പ്രേ എന്ന് പറയുന്ന കണ്ണ്, പിന്നെ ഈ കത്തി, പിന്നെ ഗ്രനേഡ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇച്ചിരി ഇഷ്ടം അതാണ്. അപ്പോൾ എൻ്റെ അനിയത്തി സൈഡിൽ കിടപ്പുണ്ട്. അനിയത്തിക്ക് റോബ്ലോക്സ് കളിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അനിയത്തി ഞാൻ കളിക്കുന്നത് കാണുകയാണ് ചെയ്യുന്നത് ഗൈസ്. ഹലോ ഗൈസ്, എനിക്ക് റോബ്ലോക്സ് കളിക്കാനൊന്നും അറിയില്ല. ആൾക്ക് കുറച്ചൊക്കെ കളിക്കാൻ അറിയാം. പക്ഷെ ഈ റൈവൽസ് ഒന്നും ആൾക്ക് ഒട്ടും അറിയത്തില്ല ഗൈസ്. കളിക്കാറില്ല, എൻ്റെ ഫോണിൽ ഇതില്ല. അതുകൊണ്ടാ ഗൈസ്, ഇപ്പോൾ നമ്മുടെ എനിമി അവനും RPG ആണ് ഗൈസ്. എൻ്റെ വെടി വെച്ചിട്ട് പോകുന്നില്ലല്ലോ. അയ്യാ ഗൈസ്, ഞാൻ ചത്തെന്നാണ് തോന്നുന്നത്. ഇവന് അതെ ഗൈസ്. അപ്പോൾ അതെന്തായാലും മറക്കാതെ ചെയ്യണം. ലൈക്കും സബ്സ്ക്രൈബും ഒട്ടും മറക്കാൻ പാടില്ല. അതാണ് അവിടെ ഗൈസ്. ഞാൻ അവൻ്റെ മേത്ത് 50 ഡാമേജ് അടിച്ചു ഗൈസ്. അയ്യോ, അവൻ എന്ത് സാധനമൊക്കെ അവിടെ എടുത്തു. അയ്യോ, തെറിപ്പിച്ചോട്ടെ. അയ്യോ ഗൈസ്, എൻ്റെ അനിയത്തിക്ക് എന്താ പറയണം. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഹാർട്ട് ഷേപ്പിൽ നിങ്ങൾ ലിങ്ക് ഇടേണ്ടതാണ് ഗൈസ്. ലിങ്ക് അല്ല, കമന്റ് എന്നാണ് കമന്റ് തെറ്റിപ്പോയതാ ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ ചത്തു ഗൈസ്. തീ പിടിച്ച് ചത്തു. ഗൈസ്, ഞാൻ തോറ്റു ഗൈസ്. ഞാൻ പറഞ്ഞാലേ തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്ക് ഈ ഗെയിം അത്ര നല്ലപോലെ ഒന്നും അറിയത്തില്ല. വേറെ മാപ്പ് എടുക്ക് ചേട്ടാ, വേറെ മാപ്പ് കിടക്കല്ലേ ഗൈസ്. അപ്പം നമ്മുടെ ഈ കളി കത്തമാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ദൈവൻ എന്നെ അടിക്കുന്നു ഗൈസ്. അവൻ്റെ കാലിനോട്ട് നോക്കി ഒറ്റ അവൻ എൻ്റെ 100 ഹാർട്ട് കളഞ്ഞടി ഗൈസ്. നമ്മൾ ഖത്തം അല്ല, അവൻ ഖത്തം. ഞാൻ ജയിച്ചു ഗൈസ്. നമ്മൾ റൗണ്ട് ജയിച്ചേ. എൻ്റെ അനിയത്തിക്ക് വട്ടായി ഗൈസ്. ഗോയ്സ്, ഈ ഗെയിം ഭയങ്കര പാടാണ്. അപ്പോൾ എൻ്റെ ഈ കഷ്ടപ്പെട്ട് ഞാനിത് കളിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്തായാലും എനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബും തരേണ്ടതാണ്. ഓക്കെ ഗോയ്സ്. ഗോയ്സ്, നമ്മൾ അവൻ്റെ മേത്ത് വെടി വെച്ചിട്ടുണ്ട്. അമ്മേ ഗോയ്സ്, അവനെന്ത് അതാണ്ടേ പോകുന്നു ഗോയ്സ്. ഗോയ്സ്, നമ്മൾ വീണ്ടും ജയിച്ചിട്ടുണ്ട്. ഗോയ്സ്, അപ്പോൾ ഈ തെങ്ങൊക്കെ വെട്ടി പൊളിക്കാൻ പറ്റും. അതെ, വെട്ടി പൊളിക്കാൻ കളിപ്പാട്ട തെങ്ങ് കൊണ്ട് വെച്ചേക്കുക. ഗോയ്സ്, അവനെ അവിടെ കണ്ടിട്ടുണ്ട് ഗോയ്സ്. അവൻ്റെ ഒരു തല ഞാൻ കണ്ടു. ഗോയ്സ്, അയ്യോ കണ്ടില്ല ഗോയ്സ്. 100 ഡാമേജ് അത്രേ ഉള്ളൂ. ഞാൻ വരുന്നു അമ്മച്ചേ. അവനെന്ത് ഇതാ പോകുന്നു ഗോയ്സ്. എവിടെയൊക്കെ നമ്മൾ ഫുൾ മാക്സിമം ഡാമേജ് കൊടുത്താണ് അവനെ തീർത്തത് ഗോയ്സ്. നമ്മൾ 3-1 ഗോയ്സ്. ആദ്യം 5 റൗണ്ട് ജയിക്കുന്ന ആളാണ് കളി ജയിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3-1. നമുക്ക് നോക്കാം ആര് ജയിക്കുന്നത്. ഇനിയും പറയാൻ പറ്റത്തില്ല, അവൻ തന്നെ ചിലപ്പോൾ ജയിക്കും. ഇങ്ങനെ കുറേ കളി ഞാൻ തോറ്റിട്ടുണ്ട് ഗോയ്സ്. ഇത്രയും ലീഡ് എടുത്ത് നിന്നിട്ട് അവസാനം കൊണ്ടുപോയി കളഞ്ഞത്.
അപ്പോൾ അവനെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ഗുയിസ്. അപ്പോൾ അവൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തേനെ മണ്ടേ കൂടെയൊക്കെ ചാടിപ്പോയി ഗുയിസ്. അവനെന്ത് അതെ താഴെ ഗുയിസ്. അയ്യോ ഇപ്പം ചത്താനെ എന്ത് ചെയ്യാൻ അതേ പോയി. ഇത് ടൈമിംഗ് ആണ് കണ്ടോ 100 ഡാമേജ്. വീണ്ടും കത്തിക്കുന്ന സാധനം എടുത്തിട്ടെന്ന് തോന്നുന്നു ഗുയിസ്. ഞാൻ എന്താ കത്തിപ്പിടിച്ചിരിക്കുന്നു. എൻ്റെ ഇപ്പം ചാവും എന്നുള്ള ഇതിലായിരിക്കുന്നു. ഇപ്പം ചാവും സ്ലൈഡ് തലയെ കുത്തുന്ന സ്ലൈഡല്ലേ ഗുയിസ്. നിരങ്ങി പോകാനാണ് ഞാൻ ചത്തു ഗുയിസ്. നിരങ്ങി അങ്ങ് കയറി ചെന്ന് അവൻ്റെ മിസൈലിലോട്ടായിരുന്നു ഗുയിസ്. ഒരു വഴിയും കൂടെ കൊണ്ടുവരുന്നേ അവൻ ചത്താൻ ഗുയിസ്. ഗുയിസ് അപ്പോൾ എല്ലാവരും നമ്മൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. കൂട്ടുകാർക്കും എല്ലാവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഗുയിസ്. അവൻ എൻ്റെ മേത്തോട്ടൊരു ബോംബ് എടുത്തിട്ടു. നമ്മളിപ്പോൾ ചാവും. 99 ഹാർട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞു ഗുയിസ്. ഒരു മിസൈലും കൂടെ കൊണ്ടു. ഞാൻ തെറിച്ച് പോന്നു. നിരങ്ങി അങ്ങ് പോയി ഗുയിസ്. അവനവിടെ നിന്ന് തന്നെ മിസൈലും ഇട്ട് കളിക്കുകയാണ് ഗുയിസ്. ഞാൻ ഓടുന്നു, അവൻ മിസൈൽ കളിക്കുന്നു. അയ്യോ പെട്ടെന്നാണ് തോന്നുന്നത് ഗുയിസ്. ചെറുതായിട്ട് ഇല്ല ഗുയിസ്. ഞാൻ രക്ഷപ്പെട്ടു. ചെറുതായിട്ട് വീണ്ടും പെട്ടേ. ഗുയിസ് എൻ്റെ അനിയത്തി കളി കാണുന്നുണ്ട് ഗുയിസ്. ഒരടി കൊടുത്തിട്ടുണ്ട് ഗുയിസ്. നമ്മൾ അവനോട്ടൊരു അടി കൊടുത്തു. അത്രേ ഉള്ളൂ. 50 ഡാമേജ്. ഫുൾ ഡാമേജ് അല്ല, എന്നാലും കുറച്ച് കൊടുത്തു ഗുയിസ്. അത് കൊണ്ടില്ല ഗുയിസ്. ഇപ്പം ഞാൻ ചത്താനേ ഗുയിസ്. ജസ്റ്റ് മിസ്സായിരുന്നു ഗുയിസ്. അയ്യാ അതിൻ്റെ കണ്ട കയറി ഞാൻ ചത്തു. ഓടിക്കോ അമ്മച്ചേ. അവൻ വീണ്ടും കൊണ്ടിട്ട് കളഞ്ഞു ഗുയിസ്. അയ്യോ ഇതേ പോന്നേ. അയ്യോ എനിക്ക് 49 ഹാർട്ടേ ഉള്ളൂ ഗുയിസ്. ഇപ്പം ചാവും ഞാൻ. ഒരടി കിട്ടിയാൽ ഞാൻ ചത്തു ഗുയിസ്. ഒറ്റ അടി കിട്ടിയാൽ ഞാൻ ചത്തു. അവനോട്ട് നീ 2 അടി അടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഫുൾ ഡാമേജ് അടിക്കണം. അയ്യോ അതേ വന്നേ. കത്തിച്ച് ഗുയിസ്. കത്തിച്ച് ഞാൻ ചത്ത്. എന്നെ കത്തിച്ച്. അതെങ്ങനെ ഗുയിസ് ഞാൻ തോറ്റെന്ന് പറഞ്ഞു ഗുയിസ്. സമയം തീർന്നു. അപ്പോഴത്തേനും ഞാൻ തോറ്റെന്ന്. അങ്ങനെയാണെങ്കിൽ അവന് എന്നെ കൊന്നില്ലല്ലോ. അപ്പോൾ എന്നെ ടൈ ആക്കുമല്ലോ ഉണ്ട്. ഈ ചിലപ്പോൾ എന്നെക്കാളും ഹെൽത്ത് കൂടുതലുണ്ടായിരിക്കും അവനതാ. അതുകൊണ്ടായിരിക്കും ഗുയിസ്. പറയാൻ പറ്റില്ല. അത് കുഴപ്പമൊന്നുമില്ല ഗുയിസ്. ഞാൻ പറഞ്ഞില്ലേ ഗുയിസ് ഇപ്പം 3-3 നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ 3-1 ലീഡെടുത്തിരുന്നതാണ് ഗുയിസ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അവൻ എപ്പോൾ വേണേലും ജയിക്കാൻ ഗുയിസ്. ഇത് ഞാൻ ചത്തെന്നാണ് തോന്നുന്നത്. ഒരടി കൊടുത്തിട്ടുണ്ട് ഗുയിസ്. ഒരടി കൊടുത്തു. പക്ഷെ നമ്മൾ തീർന്നെന്നാണ് ഗുയിസ് തോന്നുന്നു. ഒരടി കിട്ടിയാൽ ഞാൻ ചത്തു ഗുയിസ്. അവനെ ഞാൻ 2 അടി അടിക്കണം, എന്നാലേ ഞാൻ അവനെ കൊല്ലാൻ പറ്റും. അവൻ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ സ്ക്രീൻ മുഴുവൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നു. എന്നെ അടിച്ചടിച്ച് അവനെ കണ്ടടിക്കുന്നു. എന്നെ എന്തൊക്കെ എടുത്തിട്ടടിക്കും ഗുയിസ്. ഇനിയിപ്പോൾ അവൻ ഒരു റൗണ്ടും കൂടെ ജയിച്ചാൽ മതി. അവൻ മൊത്തത്തിൽ ജയിക്കും ഗുയിസ്. ഞാൻ തോക്കും. വരുന്നേ 100 ഡാമേജ് കൊടുത്തു മാക്സിമം. എന്ത് അയ്യോ തെറിപ്പിച്ചിട്ട്. അവനോട്ട് ഒരു അടി എന്നെ കൊണ്ടുകഴിഞ്ഞാൽ അവൻ ഞാൻ ചത്ത്. ഞാൻ അവനോട്ട് ഒരു അടി കൊടുത്ത് അവൻ പറഞ്ഞു തീർന്നില്ല ഗുയിസ്. അതിന് മുമ്പ് എന്നെ കൊന്നു. അവനാണ് ഗുയിസ്. ഞാൻ തോറ്റു. സ്കിപ്പ് അടിച്ചു വിട്ടേക്കും. കൂട്ടിക്കോ അവനോട് ഗുയിസ്. നമുക്കിപ്പോൾ അടുത്ത കളിയിലോട്ട് കിടക്കാം. നമുക്ക് ഇവിടെ വന്നേക്കാം ഗുയിസ്. അവൻ തന്നെ വരുമോ? അതെ അവൻ തന്നെ വന്നു ഗുയിസ്. അയ്യോ പെട്ടേ. കളിച്ച് നോക്കാം ഗുയിസ്. കുഴപ്പമൊന്നുമില്ല. ഇനി വേറെ മാപ്പ് എടുത്താലോ? എൻ്റെ അനിയത്തിയാണ് മാപ്പ് എടുക്കുന്നത്. പെട്ടെന്ന് എടുക്കും അനിയത്തി. 1 സെക്കൻഡേ ഉള്ളൂ. അനിയത്തി മാപ്പ് എടുത്തില്ല ഗുയിസ്. എൻ്റെ അനിയത്തി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗുയിസ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് മറന്നു പോകും. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കാണിച്ചില്ലായിരുന്നു. എനിക്ക് ഈ മാപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് ഗുയിസ്. ഒന്നും അറിയത്തില്ല എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ചിലപ്പോൾ ഇവിടുന്ന് നേരെ തരത്തില്ല ആവലോട്ടായിരിക്കും ചാടുന്നത്. ഞാൻ അവിടെ നിൽക്കുന്നത് ഗുയിസ്. ഹലോ അവനെ തെറിപ്പിച്ചു വിട്ടു. ലാവേ തെളിഞ്ഞ് ചാടുന്നുണ്ട് ഗുയിസ്. എന്ത് ചെയ്യും? അവൻ തന്നെ എത്തിയിട്ടുണ്ട് ഗുയിസ്. നമുക്ക് ഒരു കില്ല് കിട്ടി. നമ്മളടിച്ച് തെറിപ്പിച്ച് വിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാണോ എന്നാന്ന് അറിയത്തില്ല. അവൻ അനങ്ങുന്നില്ലായിരുന്നു ഗുയിസ്. അപ്പം നമുക്ക് നേരെ കയറിച്ചല്ല. അയ്യോ ചത്ത് ഇല്ല ചത്തില്ല ഗുയിസ്. വെടി വെച്ചിട്ടുണ്ട് ഗുയിസ്. കൊണ്ട് മാക്സിമം ഡാമേജ്. അത്രേ ഉള്ളൂ ഗുയിസ്. ലാവലടി ചാടാൻ പറ്റിയില്ല ഗുയിസ്. 2-0 അവൻ കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ലെഫ്റ്റ് ആയോന്ന്
എന്നെ കണ്ട് രണ്ടാമത്തെ വന്നപ്പോൾ പേടിച്ച് കാണും ഗുയിസ്. അതാ അവൻ എന്ത് ചെയ്താണോ അവൻ പിന്നെ. ഓ ഇത് ജംഷാഡല്ലേ, എടുത്തേക്ക് ജംഷാഡ്. അത് ആ ജംഷാഡ് എന്താണെന്ന് വെച്ചാൽ അത് കിട്ടുമ്പോൾ നമുക്ക് ജമ്പാടെന്ന് പറയുന്നൊരു സാധനം കിട്ടും ഗുയിസ്. ഞാനിവിടെയാണ്. ആ ലെവൽ 96 ആണ് ഗുയിസ്. അയ്യോ 1v1 ഞാനില്ല, 96 ഒക്കെയാണ് ഗുയിസ്. അപ്പോൾ നമുക്ക് 2v2 കളിക്കാൻ പറ്റുമോ നോക്കാം. ചിലപ്പോൾ പറ്റും. ആ കളി നമ്മൾ അവൻ ലെഫ്റ്റായി പോയി ഗുയിസ്, അവൻ ലെഫ്റ്റായി. അതുകൊണ്ട് നമുക്ക് ആ കളി ജയിക്കാൻ പറ്റി. തന്നെയാണ് ഗുയിസ്. ഇങ്ങനെ ആരും കളിക്കാൻ വരുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് നോക്കാം. അത് ഒരുത്തൻ വന്നിട്ടുണ്ട് ഗുയിസ്. അവന് എന്നെക്കാളും ലെവൽ കൂടുതലാണ് ഗുയിസ്, 28ആണ്. അനീത്തി പെട്ടെന്ന് മാപ്പിടിക്ക്, തൊട്ടാൽ മതി. അനീത്തി ചെസ്സാണ് എടുത്തേക്കുന്നത് ഗുയിസ്. ഏതൊരു ചെസ്സ് കിട്ടിയില്ല ഗുയിസ്. മറ്റവൻ അരീന എന്ന് പറയുന്ന മാപ്പായിരുന്നു എടുത്തിരുന്നത്. അതാണ് വന്നത്, 50-50 ആയിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയില്ല ഗുയിസ്. അയ്യോ അമ്മച്ചി എന്തൊക്കെയാ സംഭവിക്കുന്നു, പേടിച്ചോല്ലോ. എന്താണ് കത്തിച്ചൊക്കെ കിട്ടുന്നു. അത്രേ ഉള്ളു. 50 ഡാമേജ്. പവർ വരട്ടെ. അത്രേ ഉള്ളു. ടിഷ്കു റീലോഡ്. അമ്മ തെറിച്ചു പോയി. അയ്യോ ഉണ്ടമാർക്കും. അയ്യോ എൻ്റെ അമ്മച്ചിയെ കത്തി വെച്ച് പുറയുന്ന അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാകും ഗുയിസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 1 ഷോട്ടാണ്. ഒരടി അടിച്ചാൽ നമ്മൾ കാര്യം കത്തം. എനിക്കറിയായിരുന്നു ഇവനിവിടെ ഉണ്ടെന്ന്. അയ്യോ ഇങ്ങോട്ട് മാറില്ലേ. ഒരു ഷോട്ട് എൻ്റെ അമ്മോ ഇപ്പോൾ ചത്താന്. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഓടി വെച്ചാൽ എൻ്റെ അമ്മേ ഇപ്പോൾ ചാവിഞ്ഞ്. അവൻ കത്തി എടുത്ത് ഇറങ്ങിയെന്ന് തോന്നുന്നു. കത്തിയല്ല എൻ്റെ അമ്മ, ഇതന്നെ അമ്മേ. അവനത് മെഷീനൊക്കെ എടുത്ത് വെച്ച് വന്നേക്കുവാ. എന്ത് ഒറ്റ മാത്രമേ ഉള്ളല്ലോ. അത്രേ ഉള്ളൂ ഗുയിസ്. നമ്മളവനെ കൊന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ 1-1 ഗുയിസ്. ഇതും ആദ്യത്തെ 5 കളി ജയിക്കണം. അപ്പോൾ ആര് ജയിക്കുന്നു നോക്കാം. അയ്യോ കത്തി എടുത്ത് വരുന്നുണ്ട് ഗുയിസ്. അമ്മച്ചി അയ്യോ എന്ത് അതുകൊണ്ട് അയ്യോ കത്തി. അമ്മച്ചി ഭാഗ്യം ഗുയിസ്. അത് ഫുൾ ഷോട്ട് കറക്റ്റ് കൊള്ളിച്ചോണ്ട് അത് 100 ഡാമേജ് അടിച്ച് അവൻ ചത്ത് ഗുയിസ്. ഒരടിയല്ല, അതിന് മുമ്പ് അടിച്ചായിരുന്നു. അന്നേരം അത് കൊണ്ടില്ലായിരുന്നു ചിലപ്പോൾ എൻ്റെ കാര്യം തീരുമാനമായിരുന്നു ഗുയിസ്. എന്നെ എടുത്തിട്ട് ഗുയിസ് ഇപ്പോൾ ചത്താൻ. അയ്യോ കത്തി വീണ്ടും വന്നു. കത്തിമാനാണ് അത്രേ ഉള്ളൂ. അയ്യോ എന്തിയവൻ ലാഗാകുന്നുണ്ട് ഗുയിസ് അവൻ. അയ്യോ എൻ്റെ പുറയിലായിരുന്നു ഗുയിസ്, കണ്ടില്ല. അയ്യോ ഇതിനെ കുനിഞ്ഞിരിക്കുന്നു, എഴുന്നേറ്റ് പോടാന്ന്. അത്രേ ഉള്ളൂ. എവിടെയൊക്കെ അയ്യോ അമ്മേ ഇപ്പം ചത്താനാ ഗുയിസ്. അവനെന്തി അതേ പോന്നു. അപ്പോൾ 3-1 ഗുയിസ്. ഭയങ്കര കളിയാണ്. അവൻ കത്തി വെച്ച് നല്ലപോലെ കളിക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് അപ്പോൾ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതിന് ഷോട്ട് ഗണ്ണോ അമ്മച്ചി ചത്തു ഗുയിസ്. ഈ കളി പോയി. എൻ്റെ ഹെൽത്തില്ല, ഒട്ടുമില്ല. 2 കാർട്ടും കണ്ടു. പക്ഷേ 2 ഹെൽത്തും കണ്ടേ ഉള്ളൂ ഗുയിസ്. 2 HP കണ്ടേ ആകുള്ളൂ. പുറയിലുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല ഗുയിസ്. ഷോട്ട് ഗൺ വെച്ച് എന്നെ കൊന്നു. സാരമില്ല ഗുയിസ്. 3-2 നമുക്ക് പിടിക്കാൻ നോക്കാം. മാക്സിമം നോക്കാം. എൻ്റെ ഒരു RPG. അയ്യോ ഈ നോക്കല്ല മാറിപ്പോയി. അയ്യോ ഇത് നോക്കാം. എൻ്റെ ഒരു ഷോട്ട് ഗൺ. അയ്യോ ഈ ഷോട്ട് ഗൺ പക്ഷേ ആണല്ലോ എൻ്റെ മോനെ. വീണ്ടും ചത്ത്. നമ്മൾ ഈ കളിയും തോക്കും. ഇത് കളി നോക്കാൻ പാടില്ല. എനിക്ക് നോക്കണ്ട. അവൻ്റെ ഷോട്ട് ഗണ്ണ് ഭയങ്കര സീനാണ് ഗുയിസ്. അവനെവിടുന്ന് വന്നു. ഞാൻ എന്നെ തെറിപ്പിച്ചു വിടാൻ വേണ്ടി ഞാൻ വഴി വെച്ചേ. അന്നേരം അവനവിടെ ഉണ്ടായിരുന്നു. അവനെന്ത് ഗുയിസ് കാണുന്നുണ്ടോ? എൻ്റെ പുറയിലാണോ ഗുയിസ്? അനീത്തി പറയുന്ന പുറയിലാണ്. അത് ശരിയായിരുന്നു ഗുയിസ്. നമ്മൾ ഷാനെ തീർത്തിട്ടുണ്ട് ഗുയിസ്. 4-3 ഇപ്പം. ഈ കളി ഈ റൗണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കളി എടുക്കും ഗുയിസ്. നമ്മൾക്ക് ഈ കളി ജയിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുടച്ചടി പോകാൻ റാഗ് എവിടെയുണ്ട്. RPG
എവിടെ അതേ പോന്നു ഗൈസ്. എടീച്ച് 100 അത്രേ ഉള്ളൂ. എന്ത് അതേ പോന്നു. നമ്മൾ ജയിച്ചേ. നമ്മൾ ഈ കളി അങ്ങനെ ജയിച്ചിട്ടുണ്ട് ഗൈസ്. കത്തിയൊക്കെ പഠിച്ച് നിൽക്കുന്ന കണ്ടോ ഗൈസ്. ഞാനാണ് ഗൈസ്, ഞാൻ. കണ്ടോ എൻ്റെ മോൻ കണ്ടോ ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കളി അമ്മൂസ്? ഗൈസ് എൻ്റെ അനിയത്തി പറഞ്ഞു എൻ്റെ കളി കൊള്ളൂലെന്ന്. അവൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഗൈസ്. എന്നാൽ നിങ്ങൾ പറയൂ എൻ്റെ കളി എങ്ങനെ ഉണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ ഗൈസ്. എന്തോ പെട്ടിയൊക്കെ കിട്ടി എനിക്ക്. നോക്കാം എന്ത് കിട്ടുമെന്ന്. എവിടെ എന്തൊക്കെയുണ്ട്. കുയിലൊക്കെ കിട്ടി. തണ്ടർ ബസ്റ്റോ എന്തോ കിട്ടി. പിന്നെ ഫോണ് കിട്ടി. നമുക്ക് നോക്കാം ഗൈസ്. വെപ്പൺസ് റാപ്പിൽ എന്തോ ഉണ്ട്. തണ്ടർ ബോൾട്ട്. കൊള്ളാം ഗൈസ്. ഇഷ്ടപ്പെട്ടു. ഇതിട്ടാലോ? അയ്യോ ഇങ്ങനെ ഇടാം. എന്താ നല്ലത്? കൊള്ളാം ഗൈസ്, നല്ലതാണ്. കത്തിക്ക് എന്തോ കിട്ടിയായിരുന്നൊരു തീ. ഇത് ഫോൺ ചുമ്മാ നോക്കിയിട്ടേക്കാം ഗൈസ്. രസമല്ലേ? പിന്നെ കിട്ടിയേ എന്തൊക്കെ കിട്ടിയായിരുന്നു ഗൈസ്. ഇതൊക്കെ മതി ഗൈസ്. അത് അത്ര ഇതൊന്നും ഇല്ല, കുഴപ്പമില്ല. അടുത്ത കളി തുടങ്ങാം ഗൈസ്. ഇവന് എത്ര ലെവലോ? 24. നമുക്ക് 2 പേർക്ക് 24 ലെവലാണ് ഗൈസ്. അനീതി മാപ്പ് എടുത്തത് പെട്ടെന്ന് എടുക്കണേ. അനീതി ഒരു മാപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. വെസ്റ്റ് ടൗൺ. അത് തന്നെയാണ് വന്നേക്കുന്നത് ഗൈസ് ഇത്തവണ. നമുക്ക് നോക്കാം ഈ കളിയിൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഗ്രാൻഡ് ആദ്യം തന്നെ എടുത്തിട്ടേക്കാം. ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും സംഭവിച്ചില്ല ഗൈസ്. വെറുതെ ഒരു ഗ്രാൻഡ്. അമ്മയെ പുറത്തിറങ്ങിപ്പോയി. അവൻ എന്ത് ചെയ്യുന്നു അറിയത്തില്ല എനിക്ക്. സ്പീഡിലങ്ങ് പോകാം ഗൈസ്. റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട്. ട്രെയിൻ വന്നിടിച്ച് കൊല്ലുമോ എന്തോ. അവിടെ ബോംബൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ എടുത്താൽ നമ്മുടെ കാര്യം തീരുമാനമാകും ഗൈസ് എന്നാണ് തോന്നുന്നത്. ഞാൻ ഈ മാപ്പിൽ ആദ്യമായിട്ടാണ് ഗൈസ് കളിക്കുന്നത്. ഇതേവരെ ഞാൻ കളിച്ചിട്ടില്ല. അമ്മ അതേ പോണു. എന്ത് ചെയ്യാൻ? അയ്യോ പുറയില് ഞാൻ കത്ത്. എവിടെ നിന്നാണോ വന്നത്? ഇവരേത് നോക്കം എടുക്കുന്നത്? അപ്പോൾ ഡ്രൈവിലാന്ന് തോന്നുന്നു ഗൈസ്. ഒരെണ്ണം പോലും കൊള്ളുന്നില്ല ഗൈസ്. ഞാൻ വെടിവെക്കുന്നത് ഒരെണ്ണം കൊണ്ടു അത്രേ ഉള്ളൂ. ഏതൊക്കെ ഞാൻ പറയുന്നത് ഗൈസ്. ചത്തപ്പോൾ നമ്മൾ തോറ്റു ഗൈസ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 5 റൗണ്ട് ഉണ്ട് ഗൈസ്. 5 റൗണ്ട് ജയിക്കണം. നമുക്ക് നോക്കാം. ചിലപ്പോൾ ജയിച്ചാലും പറയാൻ പറ്റിയല്ല. നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെയാണല്ലോ എൻ്റെ ഒരു ഇത്. ഗൈസ് എൻ്റെ അനിയത്തി സ്ലൈഡൊക്കെ ഇടിക്കുന്നു ഗൈസ്. 100 ഡാമേജ്. അമ്മ എന്താ ഒരു സെറ്റപ്പ് വരുന്നത്. അയ്യോ ബോംബായിരുന്നു പൊട്ടി. അവൻ എന്ത് ചെയ്യും? അതേ പുറകെ വന്നിരുന്നു. അവൻ ഒളിച്ചുകൊണ്ട് കളിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് ജയിച്ചിട്ടുണ്ട് ഗൈസ്. 1-1 ഗൈസ്. ഇപ്പോൾ നമുക്ക് നോക്കാം ഗൈസ് നമ്മൾ ഈ കളി ജയിക്കാൻ പറ്റുമെന്ന്. മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ 50 ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അനിയത്തി ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കുന്നു ഗൈസ്. എൻ്റെ അനിയത്തി അവൻ്റെ ടീമാണ് ഗൈസ്. ഞാൻ അവനെ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ എൻ്റെ അനിയത്തി പറയുന്നത് അവൾ എൻ്റെ ടീമാണെന്നാണ്. എന്നെ അവൻ്റെ അടുത്തോട്ട് എത്തിക്കാൻ അവൾ നോക്കിയെന്നൊക്കെയാണ്. പക്ഷെ അവൾ ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോൾ സ്ലൈഡ് ചെയ്ത് നേരെ അവൻ്റെ മുഖത്തോട്ടാണ് എത്തിച്ചത് ഗൈസ്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചത്ത് കിടന്നേനെ ഗൈസ്. അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഗോയ്സ് 50 ഷോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തോ സ്റ്റക്കാവുന്നു ഗോയ്സ്. ലാഗ് അടിച്ചിട്ട് അവൻ എവിടെയാണ്? അവൻ്റെ പുറയിലാണ് ഗോയ്സ്. ലാഗ് അടിക്കുന്നു. കറക്റ്റ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചത്താൻ ഹെൽത്ത് നല്ല കുറവായിരുന്നു. 3 കഴിഞ്ഞിട്ട് ലാഗാവുന്നുണ്ട് ഗോയ്സ്. എന്താണെന്ന് അറിയത്തില്ല ഗോയ്സ്. എൻ്റെ അനിയത്തി അടിച്ച് ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്. അവർക്ക് ഇരിക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു ഗോയ്സ്. എപ്പോഴും ഇരിക്കുക. എപ്പോഴും ഇരിക്കാൻ അറിയാണ്ട് ഞാൻ ഒരു RPG ഇട്ടു ഗോയ്സ്. ഓടിക്കോ
ഇവിടെ ഒളിച്ചിരിക്കാം. ഒളിച്ചേകണ്ടേ? ഹൈ ഹൈ അയ്യാ വന്ന് 100 എന്ത് ആ അതേ പോന്നു കൊള്ളടാ അങ്ങോട്ട് കൊള്ളുന്നില്ലേ? എവിടെയൊക്കെ അയ്യോ ഇപ്പം ചവഞ്ഞ്. ആ കളി ജയിച്ചു. ഇനി ഒരു റൗണ്ട് വേണം. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ജയിക്കും ഗീസ്. മാച്ച് പോയിൻ്റാണ് ഗീസ്. 4-1. നമ്മൾ 4 അവൻ 1. അപ്പോൾ നമ്മൾ ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. അവൻ കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു ഗീസ്. എന്താ സംഭവം എന്നറിയാം. അല്ല കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ ഗീസ്. അവനെ തന്നെ വന്നേക്കുന്നു. അവനറിയാണ്ട് മാപ്പിൻ്റെ പുറത്തോട്ട് പോയെന്ന് സംശയമുണ്ട്. അവനറിയില്ലായിരുന്നോ എന്ന് സംശയമുണ്ട്. നമ്മളപ്പോൾ എൻ്റെ അനിയത്തി എന്തൊക്കെയാണ് പറയുന്നത്. അവൻ നമ്മളിപ്പോൾ കളിച്ചവൻ നമ്മളോടിപ്പോൾ കളിച്ചവൻ. ഞാൻ ഏതൊക്കെ ഭാഷ പറയുന്നുണ്ട് ചോദിച്ചു. എനിക്കൊന്നും അറിയത്തില്ല ഈ ഭാഷ. പോയോ? ആരെങ്കിലും എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? ആരെങ്കിലും വരാമോ? ഞാനിവിടെ നിൽപ്പുണ്ട്. ആരെങ്കിലും വരൂ. ഒരാൾ വന്നിട്ടുണ്ട്. അവൻ തന്നെയാണ് വീസ് നേരത്തെ കളിച്ചത്. ഇപ്പോൾ പോയി വീസ്. അവൻ വന്നിട്ട് ഉടനെ തന്നെ പോയി. എൻ്റെ കൂടെ ആരെങ്കിലും കളിക്കാമോ? അവിടെ ലെവൽ 99 ഉള്ള ഒരുത്തനാണ് വീസ്. എന്നെ ഇങ്ങോട്ട് എടുത്തിട്ട്. അതെ മറ്റവൻ വീണ്ടും വന്നു വീസ്. അവൻ പോയോ? എന്നെ പേടിച്ച് ഓടുവാണ് വീസ്. ഇത് എന്നെ പോലെ ഇരിക്കുന്ന വേറൊരുത്തൻ വീസ്. നീ എൻ്റെ ഉടുപ്പ് കിട്ടി വന്നേക്കുവാ തലേ. ഇതന്നെ എന്നെ എടുത്ത് എറിയുന്ന ഇടയ്ക്ക് വള്ളക്കളി കേട്ടോ. അമ്പോ ലെവൽ 60 ആയിട്ടുള്ള ഒരുത്തനാണ് വീസ്. ഞാൻ എൻ്റെ അവിടെ ഫൈറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അനിയത്തി മാപ്പിടിക്കും. അടിയിലോട്ടുണ്ട്. പെട്ടെന്ന് 4 സെക്കൻഡ് നെറ്റിയില്ല. അനിയത്തി വില്ലേജ് എടുത്തു. പക്ഷെ അത് ഒന്നുമില്ല. ഈ കരിനാണ് ഞാനിട്ടാണ്. ഇപ്പം കളി തുടങ്ങിയാണ് ഗൈസ്. ഈ കളി നമ്മൾ ചെത്തെന്നാണ് തോന്നുന്നത്. അനിയത്തി ഞെക്കല്ലേ ഒരിടത്തും. അല്ലാണ്ട് തന്നെ 60 ലെവലുള്ള ഏതോ ഒരുത്തിനാ. അതേ പുറകിലായിരുന്നു ഗൈസ്. അയ്യോ അമ്മ അവനും RPG ആണ് ഗൈസ് ഉപയോഗിക്കുന്നത്. ഗൈസ് അവന് ഞാൻ 2 അടി എടുത്തിട്ടുണ്ട്. അയ്യോ അവൻ എനിക്കോട്ട് റെഡി വന്നു. നമ്മൾ 2 പേർക്ക് ഒരു ഷോട്ട് മതി ഗൈസ്. കളി തീരെ. അയ്യോ ഇപ്പം ചവഞ്ഞു. ഈ കളി നമ്മൾ പോകുന്നതാണ് തോന്നുന്നത്. പോയി ഗൈസ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അത്രേ ഞാൻ എൻ്റെ അനിയത്തി എന്നെ കളിയാക്കുകയും ചെയ്തു ഗൈസ്. അയ്യോ സ്നൈപ്പറല്ലേ കണ്ടത് ഗൈസ്. ഞാൻ ചത്ത്. സ്നൈപ്പറാണ് ഗൈസ്. അത് സ്നൈപ്പർ വെച്ച് തലക്കോട്ട് റെഡി കിട്ടിയാൽ മതി. ചത്ത് ഗൈസ്. കാണാൻ പോലും പറ്റില്ല. അതിന് മുമ്പേ ആകും. ഇല്ല സ്നൈപ്പർ വെച്ച് ബോഡി ഷോട്ട് അടിച്ചാൽ കുഴപ്പമില്ല. പിന്നെ ലൈഫ് ഉണ്ട്. ഒറ്റടി ചെയ്യാത്തില്ല എന്തായാലും. തലക്കോട്ടെണ്ണം കിട്ടിയാൽ യെസ്. നമ്മളങ്ങനെ ഒരു തവണ അവനെ കൊന്നിട്ടുണ്ട്. ഒരു തവണ. അനിയത്തി ഇംഗ്ലീഷൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചീറ്റ് വേണം. അയ്യോ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. അയ്യോ 12 25. ഈ കളി 50 കൊടുത്തിട്ടുണ്ട് ഗുയിസ് നമ്മൾ. അമ്മ പുറയിൽ ഗുയിസ് എൻ്റെ അനിയത്തി എൻ്റെ പുറപ്പൊക്കെ കണ്ണിലോട്ട് ഇടുവാണ് എന്നെ തോപ്പിക്കാൻ. അവൾ മറ്റേ ടീമാണ് ഗുയിസ്. അവളുടെ മേത്തോട്ട് തന്നെയാണ് ഇട്ടത്. പക്ഷെ എൻ്റെ മേത്തോട്ടാന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ ഗുയിസ്? നമ്മൾ വീണ്ടും ഈ റൗണ്ട് നോക്കിയിട്ടുണ്ട്. അവന് 60 ലെവലാണ്. എന്നിട്ട് ഞാൻ അവനെ തോപ്പിക്കുന്നുണ്ട്. ലാസ്റ്റ് ആര് ജയിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം ഗുയിസ്. പറന്നു പോവാം. അയ്യോ അതെ മറ്റേ
ചത്തു ഗൈസ്. ഈ കളി പോയി. അവൻ അവൻ്റെ സ്നൈപ്പറാണോ എന്ന് സംശയമുണ്ടത്, അറിയത്തില്ല ഗൈസ്. ഹലോ ഗൈസ്. അവനെ ഞാൻ കൊന്നു ഗൈസ്. പക്ഷെ അവൻ എന്നെ ആദ്യം കൊന്നു ഗൈസ്. അതാണ് പറ്റിയത്. എൻ്റെ അനിയത്തിക്ക് എന്താ പറയാനുണ്ട് ഗൈസ്? എന്താണ്? നോ എന്ന് പറയാനായിരുന്നു ഗൈസ്. അത്രേ ഉള്ളൂ. അവൻ ക്രോസ് ബോ ആണ് എടുത്തേക്കുന്നത് ഗൈസ്. സംഭവം ഡാമേജ് ഗൈസ്. എൻ്റെ അനിയത്തിക്ക് എന്താ പറയാനുണ്ട് പറഞ്ഞോളൂ. ഹലോ ഗൈസ്. ചേട്ടൻ പോകാതിരിക്കാൻ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണേ ഗോയ്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു അല്ലേ? ഞാൻ അന്നേരം തന്നെ ജയിച്ചു ഗോയ്സ്. അത്രേ ഉള്ളൂ. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് OP ആണ് ഗോയ്സ്. നമ്മൾ പവറാണ്. അത്രേ ഉള്ളൂ. എല്ലാവരും അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണും ആ ലൈക്ക് ബട്ടണും അടിച്ചേക്കും ഗോയ്സ്. എനിക്ക് ഭാഗ്യത്തിന് വേണ്ടി ആ ലൈക്ക് ബട്ടണും അടിച്ചേക്കും ഗോയ്സ്. ഗോയ്സ്, ഞാൻ ഈ കളി ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ്, എൻ്റെ അനിയത്തി പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ അടിച്ചങ്ങ് ഓട്ടിച്ചേക്കുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ അടിച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പിന്നെ കിട്ടുള്ളൂ. പിന്നെ മെസ്സേജായിട്ട് വന്നോളൂ ഞാൻ ഇടുന്നതിനനുസരിച്ച്. നിങ്ങൾ എൻ്റെ അമ്മയെ തോറ്റ് പോയി. 0 റൗണ്ട് 3-3 ഗോയ്സ്. 5 റൗണ്ട് ജയിക്കണം. അതോടെ വരെ നോക്കാം ഗോയ്സ്. എൻ്റെ അനിയത്തിക്ക് എന്താ പറയാനുണ്ട് പറയൂ. ഹലോ ഗൈസ്. നിങ്ങൾ ടീമാണെങ്കിൽ നിങ്ങൾ എന്നാലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കണേ. അതെ ഗോയ്സ്, അവൻ്റെ ടീമാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പം ഗായ്സ്, നമ്മുടെ ഓണമൊക്കെ അടുത്ത് വരുവാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഓണത്തിന് ചെയ്യുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ എല്ലാവരും. അപ്പോൾ അവൾ 1 റൗണ്ട് കൂടെ ജയിച്ചിട്ടുണ്ട് ഗോയ്സ്. 4-3 ഈ റൗണ്ടും കൂടെ ജയിച്ചാൽ നമ്മൾ കളി ജയിക്കും ഗോയ്സ്. അയ്യോ ചത്തേ അയ്യോ ഗോയ്സ്. അവൻ എന്തെന്ന് കാണുന്നില്ല. അയ്യോ അതേ പോന്നു ഗോയ്സ്. അയ്യോ അമ്മേ ഇപ്പം ചത്തേനെ. ഒരെണ്ണം കൊണ്ട് ഒരു ഒരു ആശ്വാസമാണ്. കൊണ്ട് അവൻ നമ്മുടെ മേത്തും കൊണ്ട്. അനിയത്തി എന്നെ തോപ്പിക്കും ഗോയ്സ്. അനിയത്തി എന്നെ ഇരുത്തുവാണ് ഇടയ്ക്ക് വെച്ച്. ചതിക്കുന്നു പക്ഷെ ഇരിക്കുവാ ചെയ്തത് ഗോയ്സ്. കൊള്ളുന്നില്ല ഗോയ്സ്. അയ്യോ പെട്ട് കൊള്ളിക്കാൻ നീ ഇരുത്തുവല്ലേ ഗോയ്സ്. അവനെ കാണാൻ ഗോയ്സ്. ഇത്തവണ അതോ 2 പേരും ചത്തു. പക്ഷെ ഞാനാണ് ആദ്യം അവനെ കൊന്നത്. അതുകൊണ്ട് റോബ്ലോക്സിന്റെ ചിഹ്നമൊക്കെ നമ്മുടെ നെഞ്ചിലുണ്ട്. എനിക്ക് അവാർഡൊക്കെ കിട്ടുന്നു. അവാർഡ് കിട്ടിയല്ലോ, നമുക്ക് അവാർഡ് കിട്ടിയല്ലോ. ഇതിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് നോക്കാം. അനിയത്തി എന്നെ വിളിച്ചു ഉള്ളി. അയ്യോ എന്നാ കിട്ടിയെന്ന് പോലും എനിക്കറിയത്തില്ല. എന്തായാലും എന്തൊക്കെയോ കിട്ടി. നോക്കാം. അയ്യോ അത് പഴമല്ല, റോബോട്ടിന്റെ തലയാണ്. മാപ്പെടുക്കൂ. അനിയത്തി അത് മാപ്പെടുത്തിട്ടുണ്ട് സ്റ്റുഡിയോ. പക്ഷെ അത് വന്നില്ല വയസ്സ്. ഇത്തവണ അരീനെയാണ്. എൻ്റെ അനിയത്തി എടുത്ത മാപ്പ് വീണ്ടും ചീറ്റിപ്പോയി. പക്ഷെ ആ മാപ്പിൽ 2 തവണ കളിച്ചപ്പോഴും ഞാൻ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. എൻ്റെ എതിര് കളിക്കുന്നതിന് 81 ലെവലാണ്. 81 പെട്ടെന്നാണ് തോന്നുന്നത് ഗോയ്സ്. നമുക്ക് സ്പൈഡർമാൻ ഞാൻ സ്പൈഡർമാൻ ആവണം ഗോയ്സ്. അപ്പുറത്തെ ടീമിൽ അവന് മൈക്കൽ ജാക്സൺ പോലെ പൊറോട്ട ഫൈറ്റ് ചെയ്യുന്നേ. ഗൈസ് അവൻ മൂൺവാക്ക് ചെയ്തെന്നാണ് എൻ്റെ അനിയത്തി പറയാൻ ശ്രമിക്കുന്നത്. ഗൈസ് മൂൺവാക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് 3 എന്ന് പറയുമ്പോൾ അവൾ ഓർത്തു ചന്ദ്രനെയാണ് ഉദ്ദേശിച്ചത്. അതല്ല,
മൈക്കിൾ ജാക്സൺ അങ്ങനെ നടക്കുകയല്ലേ, അതിൻ്റെ പേരാണ് മൂൺ വാക്ക്. മൈക്കൽ മൂൺ വാക്കോ? അല്ല, അതറിയാണ്ട് എനിക്ക് തെറ്റിപ്പോയതാ. മൂൺ വാക്ക് എന്നാണ് അതിന് പറയുന്നത്. ബൈ ദ വേ നമ്മൾ ആദ്യത്തെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ അമ്മ, അവനവിടെ എന്തോ ജമ്പാടാന്ന് തോന്നുന്നു ചോദിച്ചത്. ആ സാധനം കണ്ടോ? ആ സാധനം മറ്റേ നേരത്തെ ഞാൻ മറ്റേ ലാവയുടെ മാപ്പിൽ നിന്ന് എടുത്തില്ലായിരുന്നു ഒരു ജംഷാഡ്, അത് കിട്ടിയാൽ അവൻ വച്ചേക്കുന്ന ആ സാധനം എടുക്കാൻ പറ്റുമോ? അത് വെച്ച് ചാടാൻ പോയി. ജമ്പാടെന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ ചാടുന്ന ബട്ടണെ പിടിച്ച് ഞെക്കി കുയിസ്. അതല്ല കുയിസ്, അതല്ല ജമ്പാടെന്ന് വെച്ചാൽ വേറൊരു സാധനം ഉണ്ട് കുയിസ്. അയ്യോ, ഞാൻ ജമ്പാടെ കയറിപ്പോന്നു കുയിസ്, തെറിപ്പിച്ചു വിട്ടു എന്നെ. അയ്യോ ഇതേണ്ടി അവനെന്തി, അവനെ കാണാനില്ല കുയിസ്. ആ അതെ ആകുന്നു. ഞങ്ങൾ രണ്ടുപേരും തെറിച്ചു പോയി കുയിസ്. ഞങ്ങൾ രണ്ടുപേരും. ഏത് ഇതോ? നിനക്ക് ഇത് കണ്ടിട്ട് അങ്ങനെയാണ്? ആ സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ ആരുടെ ആണോ? അവൻ വെച്ചത് എനിക്കത് ഞാൻ കിട്ടിയിട്ടില്ലല്ലോ. കൊത്തി 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 വൈദ്യുതി നമ്മൾ റൗണ്ട് തോറ്റായിരുന്നു. 2-1 പക്ഷെ നമ്മൾ ലീഡിലുണ്ട്. നമ്മൾക്ക് നമ്മൾ ഈ റൗണ്ട് ജയിച്ചേ 3-1. നമ്മൾ ഈ റൗണ്ട് ഈ കളി ജയിക്കുമോ? ജയിക്കുന്നതാണ് തോന്നുന്നത്. ജയിച്ചാൽ മതിയായിരുന്നു. അയ്യോ ആർ പി ജി നമ്മൾ ചത്തു പോയി. അവൻ നമ്മളെ ഫുൾ ബോഡി ഷോട്ട് അടിച്ചു പോയി. 100 ഡാമേജ് കഴിഞ്ഞു. അയ്യോ അവൻ്റെ വേറെ തോക്കൊക്കെ എടുക്കുന്നു. ചത്തുപോയി. നമ്മളെ പോകാൻ പറ്റു കൊന്നു. 3-2. എന്നാലും നമ്മളെല്ലാം ലീഡിൽ പോയി. പക്ഷെ നമുക്ക് പറ്റുമോ എന്നൊന്നും അറിയത്തില്ല പോയി. ഹോയ് അവൻ വീണ്ടും ജമ്പാടൊക്കെ വെക്കുന്നുണ്ട് പോയി. ഞാനും ജമ്പാടെ പോയി. ഹോയ് 25 അവൻ എവിടെയൊന്നും കാണുന്നില്ല. ഒരു ബോംബൊക്കെ പോകുന്നുണ്ട്. അവന്റെ കറങ്ങിയൊക്കെ വരുന്നുണ്ട്. അവന് 81 ലെവലുണ്ട്. പ്രോ ആളാണ് പോയി നമ്മുടെ എതിര് കളിക്കുന്നത്. വീണ്ടും അവൻ എന്നെ ഫുൾ ബോഡി ഷോട്ട് അടിച്ച് പോയി. എന്നെ പെടുത്തി പോയി. അവൻ വീണ്ടും അവൻ്റെ മറ്റേ കുഞ്ഞു കണ്ണെടുത്ത് അടിക്കുകയാണ് പോയി എന്നെ. അവൻ്റെ തീരെ വേണ്ടി അവൾ ഒരുണ്ട പോലും കൊള്ളിച്ചിട്ടില്ല. നമ്മൾ ഈ റൗണ്ട് തോറ്റു. ശിവൻ എപ്പോഴും ഈ ജമ്പാട് വെച്ചോണ്ടിരിക്കുകയാണ് വോയിസ്. ഞാൻ കുറച്ച് വെടി വെച്ചപ്പോൾ ഉണ്ട പോയില്ല വോയിസ്. അതേ പോന്നു വോയിസ്. അയ്യോ സ്റ്റക്കായി ഞാൻ. എവിടെ പോയി? കണ്ടേ ജമ്പാട് സ്പൈഡർമാൻ അതേ പോന്നു വോയിസ്. അവൻ പറന്നു വന്ന് എവിടെയൊക്കെ നോക്കി തന്നെ വോയിസ്. ചിരി പോയി. അയ്യോ അതേ പോന്നു. എന്തിയാ വോയിസ് അവൻ കാണുന്നില്ല. അതേ പോന്നു സ്പൈഡർമാൻ. അയ്യോ വന്നില്ല. വീണ്ടും വന്നില്ല. ഇതന്നെ വരാത്ത എവിടെയായിരുന്നു സ്പൈഡർമാൻ. അയ്യോ പൊടി ഷോട്ട് കൊണ്ട് പോയി. ഓ അതടിച്ച് അന്നേരം ആ തോക്ക് എടുത്തുകൊണ്ട് വരും. ആ കുഞ്ഞു തോക്ക്. അവിടെ ജമ്പാടുണ്ടായിരുന്നു. നന്നായി എന്തായാലും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചത്താനേ ചോദിച്ചു. അല്ലെങ്കിൽ ചാവുന്ന തോന്നുന്നു. എനിക്ക് അതുകൊണ്ട് 4 HP കണ്ടേ ഉള്ളൂ. അവനെന്ത് ഓർമ്മിച്ച് ചത്ത് കുറേയുണ്ടായിരുന്നു. ഇത് കളി എന്നാണ് പോയി തോന്നുന്നത്. 3-4. അപ്പോൾ ഇവൻ ഈ റൗണ്ടും കൂടി ജയിച്ചു കഴിഞ്ഞാൽ അവൻ ജയിക്കും കുയിസ്. അവൻ ചമ്പാടൊക്കെ വെച്ച് വരുന്നുണ്ട് കുയിസ്. എമ്മിച്ച് എന്തോ എവിടെയാണോ അത് അതേ പോന്നു കുയിസ്. അവൻ എൻ്റെ മേത്ത് വിളിച്ചു കുയിസ്. പക്ഷെ എനിക്ക് അവൻ്റെ മേത്ത് വിളിക്കാൻ പറ്റിയില്ല. അയ്യോ അതേ പോന്നു അതും കൊള്ളിച്ചു കുയിസ്. എന്ത്
കാണുന്നില്ല. എൻ്റെ ആരോമാർക്ക് കാണിക്കുന്നത് വേറെ ഇങ്ങോട്ടാണല്ലോ. ചിങ് ചിങ് ഇതന്നെ റീൽ ഇതന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഇതെന്തൊക്കെയാണ് സംഭവിച്ചത്? ഞാൻ തന്നെ കാല് കടങ്ങി വീണ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ആ കളി തോറ്റിട്ടുണ്ട്. ഇതൊരു വെട്ടിയിരിക്കുന്നു. വേസ്റ്റോ എന്താ വേസ്റ്റൊക്കെ കിട്ടി? അത് അമ്പും ഇല്ല, ബോയുടെ സ്കിന്നാന്ന് തോന്നുന്നു. സ്റ്റൂവിറ്റ് കളിച്ച് നോക്കാം. സെറ്റിനീതി മാപ്പ് വെക്കിയിട്ടുണ്ട് സാൻഡ് ബോക്സ്. പക്ഷേ ഈ മാപ്പ് തന്നെയാണ് വീണ്ടും വന്നത്. ഗൈസ് ഈ കളിയിലും എൻ്റെ ടീംമേറ്റ്സിന് 60 ലെവല്, എനിക്ക് 25 ലെവല്. പക്ഷെ അപ്പുറത്തെ ടീമിലുള്ളവർക്ക് അതിലും ലെവലുണ്ട് ഗൈസ്. 85 75 ഒക്കെ ഉണ്ട് ഗൈസ്. അയ്യോ തീ കത്തിച്ച് ഞാൻ തീ പിടിച്ചു ഗൈസ്. അയ്യോ അതേ പോന്നെടുത്തു. അയ്യോ സ്നൈപ്പർ ഗൈസ്. സ്നൈപ്പറിനെ എനിക്ക് പേടിയാണ് ഗൈസ്. അയ്യോ ഇതന്നെ പറന്നൊക്കെ വരുന്നു. അയ്യോ പിന്നെ ചെയിൻസോയോ ഇവനിടുന്ന് ഇതൊക്കെ കിട്ടും. ഇതിന് പുല്ല് കിട്ടുന്നതാണ്. ഡാൻസൊക്കെ കളിക്കുന്നത്. എനിക്ക് ആ ചെയിൻസോ വേണമെന്നുണ്ടായിരുന്നു ഗൈസ്. അയ്യോ എന്ത് അതാണ്ട് പോകുന്നു. ഒരുത്തൻ എന്ത് ഒരുത്തൻ ചത്തു പോയി. ഇവനും കൂടെ ഉള്ളു. അവനെ ഞാൻ തീർത്തിട്ടുണ്ട് ഗൈസ്. 1-1 ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റും കൊള്ളാം, കുഴപ്പമില്ല, നല്ലപോലെ കളിക്കുന്നുണ്ട്. എന്തായാലും എന്നെക്കാളും നല്ലപോലെ കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വീണ്ടും തീ കത്തിക്കും ഗൈസ്. എന്നെ തീ ഇഷ്ടമല്ല ഗൈസ്. എപ്പോഴും കത്തിക്കും എന്നെ. സ്നൈപ്പർ പോകുന്നു ഗൈസ്. സ്നൈപ്പറിനെ ആദ്യം തീർത്തായിരുന്നു. ഒരാളെ തീർത്ത് അത്ര ആശ്വാസം. എൻ്റെ തീ ഇതുവരെ പോയില്ലേ. അയ്യോ ഒറ്റ ടീമിലുള്ളവനല്ലേ. അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ്. അയ്യോ ഞാനവർക്ക് ചത്ത് കിടക്കുന്ന അപ്പുറത്തെ ടീമിലാണ്. എനിക്കറിയില്ലായിരുന്നു ഗൈസ്. ചിങ് ചിങ് ചും ചാ. അയ്യോ അതേ പോകുന്നു. അവൻ എവിടുന്ന് വരുന്നതിന് മറ്റേ ചെയിൻസാമാൻ വന്നിട്ടുണ്ട്. ഇതന്നെ കത്തിക്കുന്നുണ്ടൊക്കെയോ. ചെയിൻസൊക്കെ എടുത്ത് പറക്കും അവൻ. ഇതെവിടുന്ന് അതേ ചെയിൻസാമാൻ. ചെയിൻസാമാൻ ചത്തിട്ടുണ്ട് ഗൈസ്. ഇവനും കൂടെ ഉണ്ട്. എൻ്റെ ടീംമേറ്റും ചത്തു. ഞാനും ചത്തു. 3-1 ഈ കളിയല്ലേ നമ്മൾ നോക്കുന്നത്. കാരണം അവർക്ക് ഞങ്ങൾ 2 പേരെക്കാളും നല്ല ലെവലുണ്ട്. നല്ലപോലെ ലെവലുണ്ട് ഞങ്ങളെക്കാളും. ഞാൻ ആദ്യം തന്നെ എന്നെ സ്നൈപ്പർ വെച്ചാൽ കൊന്നു. ഹെഡ് ഷോട്ട് അടിച്ചത് ഞാൻ പറഞ്ഞു നേരത്തെ. സ്നൈപ്പർ വെച്ച് ഹെഡ് ഷോട്ട് അടിച്ച് കഴിഞ്ഞാൽ കളിക്കോട്ട് അടിച്ചാൽ ഒരടി മതി യൂസ് ചെയ്യാതെ. ഞാൻ അറിഞ്ഞു പോലില്ല. നടന്ന് കയറി ചെന്ന് അന്നേരം തന്നെ അടുത്ത് ആൾ കാണിക്കുക ചത്ത്. വീട്ടിക്കകത്ത് കയറി. അതുകൊണ്ട് വീണ്ടും തീ കത്തിച്ചു പൈസ തന്നെ. എന്ത് ചെയ്യും? അയ്യോ ചെയിൻസോമാൻ. ചെയിൻസോമാനെ അടിച്ച് കൊണ്ടിട്ടുണ്ട് നമ്മൾ 2 പേരും. ഈ സ്നൈപ്പർമാൻ എന്തെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എന്തോ ആരോമാർഗമാണ്. ഇവിടെ ഒന്നും ഇല്ല. ഇവിടുന്ന് പറന്നു പോവാ. എന്ത് ചെയ്യും? അതെ അവിടെ ഉണ്ട്. അതേ പോകുന്നു. നമ്മൾ വന്നിട്ടുണ്ട്. കില്ല് കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. ഇപ്പം എത്രയാണ് സ്കോർ ഞാൻ കണ്ടില്ല. 2-4 വോയിസ്. പണി കിട്ടിയെന്നാണ് തോന്നുന്നത് വോയിസ്. അയ്യോ കുറച്ച് സ്നൈപ്പർമാനല്ലേ നമ്മളിപ്പോൾ. അതേ പോകുന്നു സ്നൈപ്പർമാൻ. എന്ത് വോയിസ് സ്നൈപ്പർമാൻ അതേ പോകുന്നു ഗോയിസ്. നാം പറക്കുവാണ് ഗോയിസ്. സ്നൈപ്പർമാനും പറക്കുവാണല്ലോ. ചെയിൻസോമാൻ ചത്തതിന് സ്നൈപ്പർമാനേ ഉള്ളൂ. സ്നൈപ്പർമാനെ ഞാൻ കൊന്നിട്ടുണ്ട്. 3-4 ഗോയിസ്. ഗോയിസ് വീണ്ടും പറക്കാൻ പറ്റിയ പറഞ്ഞില്ല ഗോയിസ്. ചാടിപ്പോയി. വീണ്ടും അവിടെ തീ കത്തിച്ചു ഗോയിസ്. ഞാൻ ചാടി എടുത്താണ് തീ കത്തിയത്. പെട്ടെന്ന് മാറിയതുകൊണ്ട് എനിക്ക് കത്തി പിടിച്ചില്ല ഗോയിസ്. ഞാൻ 2ാമത്തെ വട്ടം വീണ്ടും ചാടിയത് ചീറ്റിപ്പോയി. ഇത്തവണ ചീറ്റിയില്ല ഗോയിസ്. ചെയിൻസോമാൻ ഗോയിസ് ചത്തു ഗോയിസ്. ഞാൻ ചത്ത്.
ഏൻസവാൻ എപ്പോഴും എന്നെ കൊല്ലും ഗുയിസ്. അതിൻ്റെ ടീംമേറ്റും ചെത്തു ഗുയിസ്. ഞാൻ ചെത്തു രണ്ടിനെ കൊന്നു. ഒരുത്തിനെ കൊല്ലിട്ടുണ്ട്. കൊള്ളു ജസ്റ്റ് മിസ് ഗുയിസ്. അത് കൊണ്ടുവരുന്നേ നമ്മൾ ജയിച്ചാണ് ഗുയിസ്. കളി പോയി, നമ്മൾ തോറ്റു ഗുയിസ്. എന്തൊക്കെയാണ് കിട്ടിയത്? എന്തോ പാക്കൊക്കെ കിട്ടി. പാക്കറ്റ് എന്തോ കിട്ടി. ഞാനായിരുന്നോ വെപ്പൺസിന് എന്തൊക്കെയോ കിട്ടി. നൈസിലാണോ? ഗ്രണേഡിലാണോ? ഇതിൻ്റെ അകത്ത് ഓ ഇതിൻ്റെ അകത്താണ്. ഇതിടാം ഇതും കിട്ടി. ഹൈ ഗ്രാവിറ്റി. നമ്മൾ ഇന്ന് ഇത് ഫൈനൽ റൗണ്ടാണ്, ലാസ്റ്റത്തെ റൗണ്ടാണ്. ഈ കളിയും കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് കളിച്ച് നോക്കാം എന്തായാലും. അവൻ്റെ അവിടെ കളിച്ച് നോക്കാം ഗൈസ്. ലെവൽ 60 ആണ് ഗൈസ്. നമുക്ക് ട്രൈ ചെയ്യാം, ചിലപ്പോൾ ജയിച്ചാലും. ആണ് ഞാൻ മാപ്പ് പിക്ക് ചെയ്യാം ഗൈസ്. സ്പ്ലാഷ് തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് മാപ്പാണത്. അയ്യോ വെപ്പൺസ് എടുത്തത് മാറിപ്പോയി ഗൈസ്. ഞാൻ കത്തിയായിരുന്നു എടുക്കുക ഗൈസ്, കൈ എടുത്ത് അറിയാണ്ട് മാറിപ്പോയി ഗൈസ്. ഛേ ഗൈസ് പോന്നവൻ ചാടി കളിക്കുകയാണ്. അതിൽ ഇവിടുന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. വെള്ളത്തിൽ ചാടി അയ്യോ ഞാൻ അങ്ങോട്ടല്ലോ ഇനി വെടി വെച്ച്. എൻ്റെ ഉണ്ട് അതിലേക്ക് പോകുന്നു. യെസ് ബോഡി ഷോട്ട് 100 ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. യെസ് നമ്മളങ്ങനെ 6 റൗണ്ട് ജയിച്ചിട്ടുണ്ട് ഗൈസ്. വിജയകരമായി 6 റൗണ്ട് ജയിച്ചു. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഞാൻ കൈ വെച്ച് തന്നെ കളിക്കാം ഗൈസ്. എൻ്റെ അനിയത്തി തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. അനിയത്തി സൈഡിൽ കിടന്ന് കളി കാണുന്നുണ്ട്. അവൻ ചാടി കളിക്കുന്നു ഗൈസ്. അവനതിൻ്റെ മണ്ടേ കയറിയിരിക്കുന്നു ഗൈസ്. അമ്മ ഇതെന്നെ ഞാൻ വെടി വെക്കുന്നിടത്തൊന്നും പോകുന്നില്ല. ഞാൻ അങ്ങോട്ട് വെടി വെച്ചപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് വെടി പൊട്ടിയത് ഗൈസ്. അതെൻ്റെ ഇങ്ങോട്ട് കൊണ്ട് പോയത്. ഞാൻ വെടി വെച്ചിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഗൈസ് എൻ്റെ വെടി പോകുന്നത്. എൻ്റെ മിസൈലിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതേ ഗൈസ് വന്നിരിക്കുന്നു. ഒരെണ്ണം പോലും കൊണ്ടില്ല. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇവിടെ എത്തി? എന്ത് അതേ പോകുന്നു, അതും കൊണ്ടില്ല ഗൈസ്. ഓ നമ്മുടെ ഒരെണ്ണം കണ്ടാൽ മതി ഗൈസ്, നമ്മൾ ചത്ത് ഗൈസ്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തേക്കുക. പിന്നെ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ അമർത്തിയേക്കുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ്. പിന്നെ എൻ്റെ വേറൊരു വീഡിയോയും കൂടെ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ തന്നെ വേറൊരു ഗെയിമിൽ ബെഡ് വാർസ് ഞാൻ കളിക്കുന്നു, അതും കൂടെ എല്ലാവരും നോക്കുക. പിന്നെ എൻ്റെ അനിയത്തിയുടെ കുറേ ഡാൻസ് ഉണ്ട് ഗൈസ്, അതും കൂടെ കണ്ടേക്കുക. അതിന് ലൈക്കൊക്കെ അടിക്കണം, എല്ലാവരും ഷെയറും ചെയ്യണം. അതെല്ലാം മറക്കാണ്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഗൈസ് നമ്മൾ ആ റൗണ്ട് തോറ്റിട്ടുണ്ടായിരുന്നു. എന്നെ കൊന്നില്ല, സമയം കഴിഞ്ഞു പോയതാണ് ഗൈസ് പറ്റിയത്. അതുകൊണ്ട് ആ കളി ഞാൻ തോറ്റുപോയി ഗൈസ്. ഗൈസ് ഈ റൗണ്ടിൽ നമ്മൾ തോറ്റുപോയി. അപ്പോൾ നമ്മൾ ഈ കളി തോറ്റെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ട്രൈ ചെയ്യാം. ഹോയ് 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 ഗൈസ് അവൻ അവിടെ നിൽക്കുന്നു. ഹോയ്
പൊളിച്ചിട്ടുണ്ട് ഗുയിസ്, പൊളിച്ചിട്ടുണ്ട്. ദേ വന്നു വന്നു വന്നു. അമ്മേ ഞാൻ എന്തൊക്കെ എടുത്ത് വിടിയിരിക്കുന്നു ഗുയിസ്. ദേ വന്നു 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 ഗുയിസ്. നമ്മൾ അതിനെ ഫുൾ ബോഡി ഷോട്ട് അടിച്ചു ഗുയിസ്, എയർ നിന്നിട്ട്. അത്രേ ഉള്ളൂ. നമ്മൾ 2-2 ഗുയിസ് ഇപ്പം നിലവിൽ. കളി ജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും നോക്കാം. ഹൊയ് 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 ഹൊയ്. അവൻ എന്ത് ചെയ്ത് നിൽക്കുന്നു ഗുയിസ്? അവൻ അവിടെ നിൽപ്പുണ്ട് ഗുയിസ്. അവൻ എൻ്റെ മണ്ടേ നിൽക്കുവാണ്. ഇപ്പോൾ ചാടി കളിക്കുകയാണ് ഗുയിസ്. അയ്യോ കൊള്ളിച്ചു ഗുയിസ്, ബോഡി ഷോട്ട് കൊള്ളിച്ചു ഗുയിസ്, ഫുൾ ബോഡി ഷോട്ട്. അത് ഞാൻ മറ്റേ 100 ഡാമേജ് അടിക്കും ഞാൻ പറയുന്നതാണ് ഗുയിസ്, ഫുൾ ബോഡി ഷോട്ട്. എനിക്ക് എന്നാ ഞാൻ അങ്ങനെ പറയുന്നത് അറിയത്തില്ല, എന്നാലും ഞാൻ ചുമ്മാ ഇട്ട പേരാണ് ഗുയിസ്, എളുപ്പത്തിൽ പറയാം ഗുയിസ്. ഇപ്പോൾ 2 പേർക്ക് ഈക്വലായിട്ടുള്ള ഹെൽത്താണ്. ഇപ്പോൾ ഞാൻ ചത്താന് ഗുയിസ്, ജസ്റ്റ് ബസ്സായിരുന്നു. നമ്മൾ 6 റൗണ്ടും ജയിച്ചിട്ടുണ്ട് ഗുയിസ്. നമ്മൾ 3-2 ഗുയിസ്. നമ്മൾ ചിലപ്പോൾ ജയിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ജയിക്കുമായിരിക്കും, ജയിച്ചാൽ മതിയായിരുന്നു. നോക്കാം ഗുയിസ്. ഗുയിസ് അവൻ ഇപ്പോഴേ RPG വിട്ട് തുടങ്ങി ഗുയിസ്. അതിനെ മണ്ട കയറിയപ്പോണ്ട് 9 ഡാമേജ്. അതിനങ്ങനെ നിൽക്കുന്നു. ഞാൻ എപ്പോഴാണ് വിട്ട് എൻ്റെ ആമ എപ്പോഴാണ് പോയത്? അവൻ്റെ ഒക്കെ കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. ഞാൻ വിട്ടേച്ച് 2 വർഷം കഴിയുമ്പോഴാണ് ഗുയിസ് വരുന്നത്. അതെന്നാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗുയിസ്, അതിൻ്റെ കാരണം എന്താണെന്ന്. ഗുയിസ് അവൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുണ്ടോ കൊള്ളിച്ചായിരുന്നു, രണ്ടാമത് ഉണ്ടോയെന്ന് അറിയത്തില്ല. കൊണ്ടായിരുന്നു ഗുയിസ്. നമ്മൾ അവനത് വീണ്ടും തീർത്തിട്ടുണ്ട്. 4-2. ഈ റൗണ്ട് നമ്മൾ ജയിച്ചാൽ നമ്മുടെ ഫൈനൽ റൗണ്ട് നമ്മൾ ജയിക്കും ഗുയിസ്. ഫൈനലി നമ്മൾ ജയിക്കും ഗുയിസ്. ഗുയിസ് നിങ്ങളെല്ലാവരും കമൻറ്റ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെന്നാ ഞാൻ ഈ കളി ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗുയിസ്? എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം, ഷെയറും ചെയ്യണം ഗുയിസ്. പക്ഷേ ആ റൗണ്ട് നമ്മൾ തോറ്റായിരുന്നു, അത് കാര്യമാക്കണ്ട. ഈ കളി ജയിക്കുമെന്ന് നോക്കിയാൽ മതി ഗുയിസ്. ഗുയിസ് 100 ബോഡി ഷോട്ട്, ഫുൾ ബോഡി ഷോട്ട്. നമ്മുടെ ഫുൾ ബോഡി ഷോട്ട്. ഞാൻ ചുമ്മാ അങ്ങനെ പറയുന്നതാണ് ഗുയിസ്. അതിനെന്നാ പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല അങ്ങനെ അടിക്കുന്നതിന്. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ബോഡി ഷോട്ടെന്ന് ചുമ്മാ പേരിട്ടേക്കുന്നത് ഗുയിസ്. നമ്മൾ ഈ കളി ജയിച്ചു ഗുയിസ്. നമ്മൾ അവനെ കൊന്നു. ഹലോ ഗുയിസ് എൻ്റെ അനിയത്തി ഇവിടെ വന്നു ഗുയിസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിയേക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ റോബ്ലോക്സിൽ ഏത് ഗെയിമാണ് കളിക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു ദിവസം കാണാം. ബൈ ബൈ.